നീ എനിക്ക് നൽകിയ ആ വലിയ പാഠമാണ് സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പ് നിശ്ചയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നിന്റെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല. ഇവിടെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. അത് എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എന്താ എന്താ ആദി എന്താ അവിടെ ആരാ ഇവര്? എല്ലാവരും പറഞ്ഞ സമയത്ത് മോഷ്ടിക്കാൻ കയറിയതാ രണ്ടുപേരും കൂടെ. അയ്യോ ആദി, അയ്യോ അമ്മു, ആദി എന്താണ് ഇതൊക്കെ? ചോദിച്ച കേട്ടില്ല നീ? ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, വേഗം ഇവിടെ എസ്കേപ്പ് ആണ്. കള്ളന്മാരാന്നാ ഞാൻ കരുതിയത്. ഇവരാണെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അല്ലാതെ ഞാൻ അമ്മു, ഈ വിവാഹത്തിന് നിനക്ക് ഇഷ്ടമല്ലായിരുന്നോ? നിങ്ങൾ ഈ കാണിച്ചത് ഭയങ്കര ബോറായിപ്പോയി. നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഓ, അപ്പൊ രക്ഷപ്പെട്ടു പോവാൻ ഗേറ്റിനപ്പുറത്ത് കാറൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലേ? ആദ്യം നിന്നോടാ ചോദിച്ചത് അമ്മു എവിടെയെന്ന്. മുത്തശ്ശ, അത് ഞാൻ അവൻ എന്നെ നോക്കി വന്നതാ മുത്തശ്ശ. ഈ പദ്ധതിക്ക് പിന്നിൽ ആരൊക്കെ ആയിരുന്നു? അമ്മോ, ചോദിച്ച കേട്ടില്ലേ? നിന്റെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണെന്ന്. ആരൊക്കെ ആയിരുന്നു ഇതിന്റെ പിന്നിലെന്നല്ല, എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ കാരണം? ഇനിയെങ്കിലും അച്ഛൻ അതായിരുന്നു അന്വേഷിക്കേണ്ടത്.
മറ്റുള്ളവരുടെ ജീവിതം വെച്ച് പരീക്ഷിച്ച് ഇനിയും അച്ഛന് മതിയായില്ലല്ലേ? വരദ, കാലം പഴയതല്ലച്ച. ഇഷ്ടാനിഷ്ടങ്ങൾ അടിച്ചേൽപ്പിച്ചാല് റാൻമോളി നിൽക്കാൻ ഇന്നത്തെ തലമുറ കിട്ടിയെന്ന് വരില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നീ പ്രസംഗിക്കണ്ട. അതിനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല. ഈ വീട്ടിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അതെനിക്ക് മാത്രവാ. കാലം മാറി പോലും. കാലം ഏതായാലും കുട്ടികളെ കയറൂരി വിടുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. നിനക്കൽപ്പം സ്വാതന്ത്ര്യം തന്നതിന്റെ പേരിൽ ഞാൻ എന്തെല്ലാമാണ് അനുഭവിച്ചതെന്ന് നീ ഓർക്കുന്നുണ്ടോ? നീ അത് മറന്നുപോയോ? നീ എനിക്ക് നൽകിയ ആ വലിയ പാഠമാണ് സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പ് നിശ്ചയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നിന്റെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല. ഇവിടെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. അതെന്നും അങ്ങനെ ആയിരിക്കേ ചെയ്യും. മുത്തശ്ശ, ഇത് ശരിയല്ല. മുത്തശ്ശൻ ഈ ചെയ്യുന്നത് റൈറ്റ് അല്ല. മുത്തശ്ശ, ഇത് റോങ് ആണ്, കട്ട റോങ്. ഈ വിവാഹത്തിന് ചേച്ചിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്തൊരു വിവാഹത്തിന് എന്തിനാ ചേച്ചിയെ നിർബന്ധിക്കുന്നേ? അത് തെറ്റാണ്. ചേച്ചിയുടെ ജീവിതം ചേച്ചിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. ആദി, എന്താണ് നീ പറഞ്ഞേ?